അപ്പോൾ ഈ ഫോർഡ് EcoSport കാറിൻ്റെ ഹെഡ്ലൈറ്റാണ് നമുക്ക് ഇന്ന് കസ്റ്റം ചെയ്യാനുള്ള 2 വർക്കുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് DRL അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ്. ഈ 2 വർക്കാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാനായിട്ട്. നമ്മുടെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ക്രോം ഡിലീറ്റ് ചെയ്തു, അതുപോലെ തന്നെ DRL ഫിക്സ് ചെയ്തു, ലൈറ്റ് അപ്ഗ്രേഡേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷനിൽ ഒരു ഐബ്രോ പോലെ ആണ് നമ്മുടെ DRL കൊടുത്തിരിക്കുന്നത്. ഇതിൽ സ്റ്റോക്ക് വരുന്ന DRL ഡിസേബിൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ അഡീഷണൽ DRL കൊടുത്തേക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ആ ഒരു ലുക്കിൽ ഇംപ്രസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് പോകുന്നത്. ഇതിൽ അഡീഷണൽ ഒരു ഫംഗ്ഷനായിട്ട് ഒരു ഓഡി സ്റ്റൈല് ഇൻഡിക്കേറ്റർ, നമ്മുടെ DRL ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് സ്വിച്ച് ബാക്ക് ടു ഇൻഡിക്കേറ്റേഴ്സ്, ആ ഒരു ഇൻഡിക്കേറ്റർ ഫംഗ്ഷനും കൂടെ ഉള്ള DRL ആണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. അതിലെ ക്രോം കംപ്ലീറ്റ് ഡിലീറ്റ് ആക്കി ഡീക്രോം ചെയ്തിട്ടുണ്ട്. ടോപ്പ് എൻഡിൽ ബ്ലാക്ക് തണ്ടർ എഡിഷൻ വരുന്നതിൽ പോലെയുള്ള ടോപ്പ് എൻഡിൽ വരുന്ന പോലെയുള്ള ബ്ലാക്ക്ഡ് ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ സ്മോക്ഡ് ഹെഡ്ലൈറ്റ്സ് രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ബ്യൂട്ടി. കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് പ്രകാരമാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ടോപ്പിലെ DRL നോർമൽ വരുന്നത് നമ്മൾ ഡിസേബിൾ ചെയ്തേക്കുന്നതാണ്. ഇതുവരെയുള്ളത് നമ്മളിതിൻ്റെ ഒരു ലുക്ക് വൈസ് ആണ് നോക്കിയെങ്കിൽ ഇതിൻ്റെ പെർഫോമൻസ് സൈഡിൽ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത് ലോ ബീമിൽ HIDയും ഹൈ ബീമിൽ ഹാലജൻ ബൾബും ഇട്ടിട്ടാണ് അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ നോർമൽ ഹാലജനിൽ ഉണ്ടായിരുന്ന പെർഫോമൻസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. നോർമലി നമുക്ക് കിട്ടുന്ന ഒരു 800 to 900 റേഞ്ചിലാണ് സാധാരണ ലോ ബീമിൽ കിട്ടാറ്. കുറച്ചുകൂടി കൂടുതലായിട്ട് ഹൈ ബീമിലും കിട്ടാറുണ്ട്. ഇപ്പോൾ ഇത് അപ്ഗ്രേഡേഷന് ശേഷമുള്ള പെർഫോമൻസ് ആണ് കാണുന്നത്. നമ്മൾ HID 55 വാട്ട് HID ആണ്, അത് 4200 കെൽവിനിലുള്ള 55 വാട്ട് HID ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ലോ ബീമിൽ, ഹൈ ബീമിൽ ഹാലജൻ നൈറ്റ് ബ്രേക്കർ ബൾബും. ഇവിടെ നമുക്ക് ലോ ബീമിൽ കിട്ടുന്ന പെർഫോമൻസ് ഇപ്പോൾ ഒരു 3300 ലെക്സസിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാഹനം ഒന്ന് പുറത്ത് റോഡിൽ അതിൻ്റെ പെർഫോമൻസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. റോഡിലേക്ക് വരുന്ന ആ ഒരു വേ ആണ് ഇത്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ണിലേക്ക് ഗ്ലെയർ ഒന്നും അടിക്കുന്നില്ല, കാരണം വീഡിയോയിൽ ചെറിയൊരു ഇതുപോലെ കാണുന്നുണ്ടെങ്കിൽ പോലും അത് നേരെ നോട്ടത്തിൽ നമുക്കങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഓപ്പോസിറ്റ് ഡ്രൈവേഴ്സിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇനി ഈ വാഹനത്തിൻ്റെ അകത്തുനിന്നുള്ള വ്യൂ ആണ്, നമ്മുടെ ലോ ബീമിൽ പോകുന്ന ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. ഇതതിൻ്റെ ഹൈ ബീമാണ്. ലോ ബീമിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. കാരണം 55 വാട്ട് HID 4300 കെൽവിനുള്ള HID ബൾബാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ ഒരു വാം വൈറ്റ് കളറാണ്. വൈറ്റ് എന്ന് പറയാനില്ല എങ്കിൽ പോലും ചെറിയൊരു വൈറ്റ്നസ് വെൻ കമ്പയർഡ് ടു അവർ ഹാലജൻ ബൾബ്. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റും റോഡിലുള്ള പെർഫോമൻസും നല്ല ചേഞ്ചാണ്. കസ്റ്റമറും നല്ല ഹാപ്പിയാണ്. ആളെൻ്റെ കൂടെ ഉണ്ട്, അദ്ദേഹമാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ലോ ബീമിലാണ് കൂടുതൽ പെർഫോമൻസ് ആവശ്യമുണ്ടായിരുന്നത്. അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു പെർഫോമൻസ് കിട്ടിയതിൽ ആൾ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.